ഹായ് ഹലോ നമസ്കാരം. സൂര്യ ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സെല്ലലോയിഡിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ഗസ്റ്റ് ആയിട്ട് എത്തിയിരിക്കുന്നത് നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട സംഗീത സംവിധായകനായിട്ടുള്ള രഞ്ജൻ രാജാണ്. ഹായ് ചേട്ടാ, വെൽക്കം. താങ്ക് യു. ചേട്ടൻ ഇത് ആക്ച്വലി ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ് എന്ന് വേണമെങ്കിൽ വിളിക്കാമോ? ബിക്കോസ് കുറെ ആഗ്രഹിച്ച ഒരു മൊമെന്റ് ആണ്. അതായത് ചേട്ടൻ പണ്ട് നമ്മുടെ സൂര്യ മ്യൂസിക്കില് ആങ്കർ ചെയ്തുകൊണ്ടിരുന്ന അതേ ഫ്ലോറിലാണ് ഇന്ന് ഗസ്റ്റ് ആയിട്ട് വന്ന് ഇരിക്കുന്നത്. അതെ, കിരൺ ടിവിയും സൂര്യ മ്യൂസിക് ഞാൻ ഇറങ്ങുന്ന ആ സമയത്ത് കുറച്ച് സൂര്യ മ്യൂസിക്കിലേക്ക് കുറച്ചായിട്ടുള്ളൂ. അതിന് കിരൺ ടിവിയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നു. ക്ലാസിക്സ് എന്ന് പറഞ്ഞ കിരൺ ക്ലാസിക്സ് 2011 തൊട്ട് എന്റെ പ്രോഗ്രാം ആയിരുന്നു. എത്ര നാളുണ്ടായിരുന്നത്? എനിക്കൊന്ന് 4 years 2014 ലാസ്റ്റ് വരെയൊക്കെ ഉണ്ടായി. ഒരു 3 to 4 years ഷോ ആയിരുന്നു. ഷോ ഞാൻ ഇറങ്ങിയിട്ടും അതുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. പക്ഷെ ഞാനാണത് ആ ഒരു പീരീഡ് കംപ്ലീറ്റ്ലി ആ പ്രോഗ്രാം കൊണ്ടുപോയത്. അന്നത്തെ ഒരു ഹിറ്റ് ഷോ കൂടി പഴയ പാട്ടിനെ കുറിച്ചുള്ള ഒരേ ഒരു ഷോ ആണല്ലോ കിരൺ ടിവിത്തെ. അതും 80s 60s തൊട്ടുള്ള പാട്ടുകൾ നമ്മൾ പ്ലേ ചെയ്യും. അത് വലിയൊരു എക്സ്പീരിയൻസും എല്ലാവരും അതുകൊണ്ട് നമ്മുടെ കുടുംബാംഗങ്ങൾ പോലെ അല്ലെങ്കിൽ എൻ്റെ ഒരു പാട്ടിലേക്ക് ഞാൻ കിടക്കുന്ന ഗ്രോയിങ് സ്റ്റേജിൽ ബഡ്ഡിങ് സ്റ്റേജിൽ കണ്ട ആൾക്കാരാണ് ഇവിടെ ഉള്ള എല്ലാവരും. അതുകൊണ്ട് ഈ ഒരു ഫാമിലി, സൂര്യ ഫാമിലി ചേട്ടൻ എത്രത്തോളം സ്പെഷ്യൽ ആണ്? തീർച്ചയായിട്ടും ഇത്രയും പറഞ്ഞില്ലേ ഞാൻ. കാരണം ഇത് മാത്രമായിരുന്നു എൻ്റെ ലിവിങ് ആ ഒരു സമയത്ത്. 11 to 15 കിരൺ ടി വി സൂര്യ മ്യൂസിക്കിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തായിരുന്നു എൻ്റെ ലിവിങ് പോലും. അപ്പോൾ ആക്ച്വലി ഞാനിവിടെ മ്യൂസിക് ഡയറക്ടർ ആവണം എന്നുള്ള ആഗ്രഹത്താൽ കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത ആളാണ് 2011 പാലക്കാട് നിന്ന്. അപ്പോൾ ആ മ്യൂസിക് ഡയറക്ഷനിലേക്കുള്ള ജേണിക്ക് എന്നെ എന്താ പറയുക, ആ ജേണി പോകുമ്പോൾ നമ്മളിന്ന് പിടിച്ചു നിർത്തണമല്ലോ. നമുക്ക് കുറച്ച് ജീവിക്കാനുള്ള ഫണ്ട് വരണം, അതുകൂടാതെ ആൾക്കാരെ അറിയുന്ന ഒരു എക്സ്പോഷർ വരണം, അതോടൊപ്പം നമ്മുടെ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷനുള്ള ജോബ് ചെയ്യണം. അപ്പോൾ എല്ലാം കൂടെ കണക്റ്റഡ് ആയിരുന്നു കിരൺ ക്ലാസിക്സ് എനിക്ക് ആ സമയത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ചേട്ടൻ ഇപ്പം നമ്മുടെ മിനി സ്ക്രീനിലൊക്കെ ചേട്ടനെ ഒരു മ്യൂസിക് ഡയറക്ടർ ആവുന്നതിന് മുമ്പ് ഒരുപാട് കണ്ടിട്ടുണ്ട്, സിംഗറായിട്ടും ഹോസ്റ്റ് ആയിട്ടും ഒക്കെ. ആക്ച്വലി ചേട്ടന്റെ ആഗ്രഹം മ്യൂസിക് ഡയറക്ഷൻ ആയിരുന്നോ അതോ പ്ലേ ബാക്ക് സിംഗർ ആവുക എന്നുള്ളതായിരുന്നു? മ്യൂസിക് ഡയറക്ഷൻ തന്നെയായിരുന്നു എൻ്റെ ലക്ഷ്യം. എനിക്ക് തോന്നുന്നു ഞാൻ അന്ന് റിയാലിറ്റി ഷോയിലൊക്കെ പാടുന്ന സമയം തൊട്ട് തന്നെ എൻ്റെ ജഡ്ജസിനും എൻ്റെ കൂടെ പാടുന്ന ആൾക്കാർക്കും ഒക്കെ അറിയാം. ഒരു 5ാം ക്ലാസ് തൊട്ട് ഞാൻ അതിനു വേണ്ടി ഏതോ രീതിയിൽ എൻ്റെ റൂട്ടിൽ ഞാൻ പ്രയത്നിച്ചു തുടങ്ങിയതാണ്. അതെ, ഞാൻ ആ സമയത്ത് തന്നെ പാട്ടുകൾ ലിറിക്സ് എഴുതി ട്യൂൺ ചെയ്തൊരു കാസറ്റിൻ്റെ രൂപത്തിൽ പുസ്തകങ്ങളാക്കി വെക്കുന്ന ഒരാളായിരുന്നു 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. സോ അപ്പോഴേ എനിക്ക് മ്യൂസിക് ഡയറക്ഷൻ എന്നുള്ളൊരു ലേബലിൽ എൻ്റെ പേര് വരണം എന്നുള്ള ആഗ്രഹം ഡെഫിനറ്റായിട്ടും ഓട്ടോമാറ്റിക്കലി ഉണ്ടായിട്ടുണ്ട്. ഈ മ്യൂസിക്കിന്റെ ഒരു ഇൻട്രസ്റ്റ് എവിടെന്നാ ചേട്ടാ വരുന്നത്? ലൈക് ഫാമിലിയിൽ അച്ഛൻ അമ്മ പാടുക അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ? ഞങ്ങളുടെ ഒരു വലിയ കുടുംബമാണ്. ഇപ്പോൾ അച്ഛനമ്മ അതൊക്കെ, അതല്ലാതെ പാലക്കാട് ശേരി എന്ന് പറയുന്ന പാലക്കാട് റോയൽ ഫാമിലിയിൽപ്പെട്ട ഒരാളാണ് ഞാൻ. അതിൽ വലിയ കോണിക്കിലിടം എന്ന് പറയും. അതൊരു കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അതിലാണ് KP ഉദയഭാനു അടക്കം, KP കേശവമേനോൻ അടക്കം ഒരുപാട് ലെജൻസ് ഉള്ള ഒരു വലിയ ഫാമിലിയാണ് ഈ പാലക്കാട് ശേരി. അപർണ ബാലമുരളി, ഒരുപാട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് കലാകാരന്മാരുള്ളൊരു സ്ഥലത്ത് നിന്നാണ് ഞാൻ വരുന്നത്. ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പം അവിടുന്ന് എവിടെന്നെങ്കിലും ആയിരിക്കാം. ഇപ്പൊ എന്തായാലും രഞ്ജന്റെ ലേറ്റസ്റ്റ് വിശേഷം എന്ന് പറയുന്നത് ആനന്ദ് ശ്രീബാലയാണ്. അതിലെ പാട്ടുകൾ ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. സിനിമ ഒരു വലിയ കൊമേഴ്ഷ്യൽ ഹിറ്റ് ആയി കഴിഞ്ഞു. അപ്പം അതിന്റെ സന്തോഷം ഒന്ന് പങ്കുവെക്കും. ശ്രീബാല എനിക്ക് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിനിമയായിരുന്നു. അത് എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ ജോണർ ചെയ്യാനായിട്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ജോസഫിൽ കൂടെ വന്നതുകൊണ്ട് എന്നെ തേടി ഒരുപാട് ത്രില്ലർ മൂവീസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ത്രില്ലർ മൂവിയാണ് കാണെ കാണെ. അപ്പോൾ കാണെ കാണെ സോണി ലിവിൽ ഡയറക്റ്റ്ലി റിലീസായ പടമാണ്. ബോബി സഞ്ജയ്, മനോജ് അശോകൻ. അപ്പോൾ അതിനൊക്കെ നമ്മളൊരു ഫോളോ ചെയ്തൊരു പാറ്റേൺ ഉണ്ട്. എൻ്റെ വേറെ സിനിമയുടെ ഇപ്പോൾ കാവൽ പോലത്തെ സിനിമ, മാളികപ്പുറം പോലത്തെ സിനിമ, നൈറ്റ് ഡ്രൈവ് പോലത്തെ സിനിമ, പത്താം വളവ് പത്താം വളവല്ല, നൈറ്റ് ഡ്രൈവ് പോലെയും മാളികപ്പുറം പോലെയൊക്കെയുള്ള പടങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ വേറൊരു സട്ടിൽ കൈൻഡ് ഓഫ് അപ്രോച്ചാണ് കാണെ കാണെ പോലത്തെ സിനിമകളിൽ കൊടുത്തിട്ടുള്ളത്. ആ സിനിമയുടെ വേറൊരു കൈൻഡ് ഓഫ് അപ്രോച്ചാണ്. അപ്പോൾ ആ അപ്രോച്ച് എനിക്ക് വീണ്ടും കൊണ്ടുവരാൻ പറ്റിയത് ആനന്ദ് ശ്രീബാലയിലാണ്. അത് സിനിമ ഒട്ടും ഓവർ പവർ ചെയ്യാതെ, ഒരു സീനിനെ ഒട്ടും ഓവർ പവർ ചെയ്യാതെ, ആ സീനിനേക്കാളും കൂടുതൽ മ്യൂസിക്കിൽ കേൾപ്പിക്കാൻ ശ്രമിക്കാതെയുള്ള ഭയങ്കര ക്ലെവർ ആയിട്ടുള്ള ഒരു പരിപാടി ചെയ്യാനായിട്ട് ആനന്ദ് ശ്രീബാലയെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. അതില് എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് അമ്മ സോങ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ അതിനകത്തൊരു ബ്യൂട്ടിഫുൾ ഡുവറ്റും ഉണ്ട്. ചേട്ടന്റെ ലേറ്റസ്റ്റ് ഹിറ്റ് ആയിട്ടുള്ള ആനന്ദ് ശ്രീബാലയിലെ ഏതെങ്കിലും ഒരു പാട്ട് നമുക്ക് വേണ്ടി. ഓക്കെ. ഏതോ യാമങ്ങളിൽ ഓർക്കാ നേരങ്ങളിൽ ഒരു പൂവിൻ മണമായി തഴുകി നീ ഉയിരാകെ അറിയാതുണർന്നു പോ ജീവനെ എന്നിൽ നിന്നും നിറയുകയായി തോഴി പ്രണയമാം മധുരം ഉള്ളിനുള്ളിൽ പിടയുകയായി മൂകം തരരരരിരട.
ബ്യൂട്ടിഫുൾ. എനിക്ക് അതിന്റെ ആ ഒരു മെയിൻ എന്താണ് പറയുന്നത്, കോറസ് ഹുക്ക് ലൈൻ ആണ്. ലൈൻ. എനിക്ക് ആ സംഭവം ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കണം, നമ്മൾ മലയാളികൾക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു ടേസ്റ്റിൽ ചേട്ടനൊക്കെ പിടിക്കുക ഒരു ഹുക്ക് ലൈനിൽ. അത് സെയിം തന്നെയാണ് എനിക്ക് പൂമുത്തോളയിലും തോന്നിയിട്ടുള്ളത്. പൂമുത്തലിൽ ഹുക്ക് ലൈൻ ഇല്ല, പേസും മഴയും എങ്ങനെയാണ് പേസ് ഫേവറേറ്റ് സോങ്. അത് ആക്ച്വലി ഹുക്ക് ലൈൻ ഉണ്ട്. അതെ, ആ ഒരു ലൈൻ. ആ ലൈനാണ് ഹുക്ക്. ആക്ച്വലി അതിന്റെ തുടക്കം കടവുൾ തെന്താന്ന് പറഞ്ഞ വേറെയാണ്, പക്ഷെ ഇതാണ് എല്ലാവർക്കും അറിയുന്ന ഒരു ഹുക്ക്. അയ്യോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട്. അത് ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ. അതുപോലെ അപ്പൊ കമ്മിങ് ടു പൂമുത്തോളെ, എനിക്ക് എന്തോ ആ പാട്ട് കേൾക്കുമ്പോഴത്തേക്കും മനസ്സിൽ ഇങ്ങനെ ഒരു ഹുക്ക് നമുക്കിങ്ങനെ തോന്നും. ഈവൻ ദോ ഐ എം നോട്ട് മാരിഡ് ഓർ എനിത്തിങ്, ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ, അത് ആദ്യം കേൾക്കുമ്പോൾ നമുക്ക് ഒരു പാരന്റിങ് സോങ് ആണോ അതോ അല്ലെ ലവ് സോങ് ആണോ ഇതിന് എവിടെയോ ലിറിക്കൊക്കെ വന്നിട്ട് അങ്ങനെ നിൽക്കുന്ന ഒരു പാട്ടാണ്. അപ്പം സീനും കൂടെ കണ്ടു ആക്ച്വലി ഭാര്യയ്ക്ക് വേണ്ടിയിട്ടുള്ള പാട്ടാണ് സിനിമയിൽ. അതെ, പക്ഷെ വേരിയസ് ഇമോഷൻസ് അതിൽ കൺവേ ആവുന്നുണ്ട്. അത് ഒരു ഇമോഷൻ ഭാര്യയെ കുറിച്ച് ഓർക്കും മാത്രം ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്ന പാട്ടല്ല. അച്ഛനെ കുറിച്ചും അമ്മയെക്കുറിച്ചും മകനെ കുറിച്ചും മകളെ കുറിച്ചും ഒക്കെ കിട്ടുന്ന ഒരു പാട്ടാണ്. എക്സാക്ട്ലി. ചേട്ടൻ ആക്ച്വലി എങ്ങനത്തെ കൈൻഡ് ഓഫ് സോങ്സ് കമ്പോസ് ചെയ്യുന്ന ഇഷ്ടം? എനിക്ക് കൂടുതലും വരുന്നത് ഇമോഷണൽ സോങ്സ് ആണ് എപ്പോഴും എൻ്റെ കൂടുതൽ പെർഫോം ചെയ്യാറ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലാണെങ്കിലും അല്ലെങ്കിൽ ആൾക്കാരുടെ ഇടയിലാണെങ്കിലും കൂടുതൽ ചർച്ച ചെയ്യാറുള്ളത്. ഇപ്പോൾ ഈവൻ ഏതോ യാമങ്ങളിൽ പോലും പ്രണയം ഉണ്ടെങ്കിലും അതിലൊരു ചെറിയൊരു പ്രണയത്തിൻ്റെ നോവ് കൈൻഡ് ഓഫ് തിങ്സ് ഉണ്ട്. അപ്പോൾ ഇമോഷണലി ആ പ്രണയം ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോഴാണ് എപ്പോഴും എൻ്റെ പാട്ടിലൊക്കെ കൂടുതൽ ഓഡിയൻസ് ഉണ്ടാവുക. അവൾ ഇമോഷണൽ സോങ്സ് ആണ് എനിക്ക് കൂടുതൽ വരാറും എനിക്ക് കൂടുതൽ എക്സൽ ചെയ്യാൻ പറ്റാറും അതാണ് എനിക്ക് തോന്നാറുണ്ട്. അത് എന്തുകൊണ്ടാണ് അതിന്റെ ഒരു കാരണം എന്ന് ചേട്ടൻ ചിന്തിച്ചിട്ടുണ്ടോ? ഈ പറഞ്ഞ പോലെ സംഗീതം നമ്മൾ അന്ന് ചെറുപ്പം തൊട്ട് പഠിക്കുന്നതാണ്. ഇപ്പോൾ കർണാടക സംഗീതമാണെങ്കിലും ഹിന്ദുസ്ഥാനി കുറച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട്. കർണാടക സംഗീതം വിടാതെ കാലങ്ങളോളം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കർണാടക സംഗീതത്തിൽ എന്ത് ഭാവങ്ങൾ എന്ന് പറഞ്ഞാലും ആ ഭാവത്തിലൊരു ഇമോഷൻ ഉണ്ട്. പ്രണയത്തിൻ്റെ എക്സ്ട്രീം ഇമോഷൻ, അല്ലെങ്കിൽ വിരഹമാണെങ്കിൽ വിരഹത്തിൻ്റെ എക്സ്ട്രീം ഇമോഷൻ. ഡെഫിനറ്റ്ലി അത് കൂടുതൽ പഠിച്ചുകൊണ്ടായിരിക്കാം എനിക്ക് ഏത് സംഭവത്തിലും ഇമോഷൻ കൃത്യമായിട്ട് അളവിൽ കലരുമ്പോൾ മാത്രമേ ഞാൻ ഹാപ്പി ആവാറുള്ളൂ. നിന്റെ കമ്പോസിഷൻസ് ഒക്കെ ഏത് കൈൻഡ് ഓഫ് സോങ്സ് ആണെങ്കിലും. ചേട്ടന്റെ ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടർ ആരാ ചോദിച്ചാൽ? ലോഡ് ഓഫ് രാജാ സാറുടെ ഒരു ഹ്യൂജ് ഫാനാണ് ഞാൻ. രാജാ സാറുടെ അറേഞ്ച്മെന്റും കാര്യങ്ങളും നമുക്ക് ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് ആയിട്ട് കമ്പയറബിൾ ആയിട്ടുള്ള ഒരു ക്ലാസിക് കമ്പോസറാണ് രാജാ സാർ. ഇന്ത്യക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സോങ്സ് എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. MSV സാറുടെ മെലഡീസ് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ക്ലാസിക് സ്വഭാവമുള്ള ഒരുപാട് കമ്പോസേഴ്സിൻ്റെ പാട്ടിൽ കേട്ട ആളാണ് ഞാൻ. ഡെഫിനറ്റ്ലി മൈക്കിൾ ജാക്സന്റെ ഭയങ്കര ഫാനാണ്. ഇപ്പോൾ ബ്രൂണോ മാസിന്റെ ഫാനാണ്. അപ്പോൾ എവറിതിങ് കേൾക്കും. നമുക്ക് കൈൻഡ് ഓഫ് എങ്ങനെയെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമ്പോൾ ആ സൗണ്ടൊക്കെ നമുക്ക് ചിലപ്പോൾ റെഫർ ചെയ്യാനും ഒക്കെ പറ്റാറുണ്ട്. പക്ഷെ അങ്ങനെ ഇന്ന ആളെന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയില്ല ഞാൻ. ഒരുപാടുണ്ട്. ഇപ്പം ഓരോ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ അറേഞ്ച്മെന്റ്സിനെ പറ്റിയിട്ട് പറഞ്ഞല്ലോ. ഈ പൂമുത്തോളേക്ക് തന്നെ 2 വേർഷൻ ഉണ്ട്. ഒന്ന് വിജയ് യേശുദാസ് പാടിയതുകൊണ്ട്, ഒന്ന് ചേട്ടനും വേറൊരു സിംഗർ കൂടി. ഞാനല്ല, നിരഞ്ജ് സുരേഷ് എന്ന് പറഞ്ഞ ഒരു സിംഗർ ആണല്ലേ, ചേട്ടൻ പാടിയിട്ടില്ലേ? ഓൾറൈറ്റ്. അപ്പം ആ നിരഞ്ജ് സുരേഷ് പാടിയതിനകത്ത് ഇൻസ്ട്രുമെന്റ്സ് ഒന്നും യൂസ് ചെയ്ത് സെയിം തന്നെയാണ്. ആക്ച്വലി ഫീൽ ചെയ്യുന്നതാണ്. രണ്ടും സെയിം തന്നെയാണ്. പക്ഷെ അത് എനിക്ക് കേട്ടപ്പോ മറ്റേതിൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, ഇത് വളരെ സ്ലോ ആയിട്ട് പോകുന്നു. മാറ്റങ്ങളൊന്നും. അപ്പൊ ഇത് 2 സിംഗേഴ്സെ വെച്ചിട്ട് ട്രൈ ഔട്ട് ചെയ്യാന്നുള്ളൊരു ഇത് അത് ആക്ച്വലി ജോജി ചേട്ടൻ്റെ തീരുമാനമാണ്. അത് ജോജി ചേട്ടൻ്റെ ക്രെഡിറ്റ് ആണ് ആക്ച്വലി അത്. കാരണം ജോജി ചേട്ടൻ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ്. അത് പൂമുത്തോളെ എന്ന് പറഞ്ഞ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുക പണ്ടത്തെ ദാസേട്ടനൊക്കെ പാടിയാൽ നന്നാവാൻ സാധ്യതയുള്ള ഒരു ക്ലാസിക് ഗായകനാണ് അത് പാടേണ്ടെന്ന് തോന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ വിജയ് ആണ് എൻ്റെ തലയിൽ അന്നോട്ടേ ഉണ്ടായിരുന്നത്. വിജയ് പാടി, കാരണം ബാക്കി പാട്ടൊക്കെ വിജയ് ഓൾറെഡി പാടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വിജയ് ആണ് പാടേണ്ടെന്നുള്ളൊരു ഉറപ്പിച്ച തീരുമാനത്തിൽ ഇരിക്കുന്നൊരു സമയമായിരുന്നു. അപ്പോഴാണ് ജോജി ചേട്ടനോട് പറയുന്ന ഒരു പരീക്ഷണം നമുക്ക് നടത്താം. നമുക്ക് കുറച്ച് വെസ്റ്റേൺ സിംഗിങ് ഉള്ള ഒരു സിംഗറെ കൊണ്ട് നമുക്ക് പാടിപ്പിച്ച് നോക്കാം, പൂമുത്തോളെ പാടിച്ച് നോക്കാം. ചിലപ്പോൾ വർക്കൗട്ട് ആയാൽ ഗംഭീരമായിരിക്കും. വർക്കൗട്ട് ആയാലും ഞാൻ നീ മാത്രം അറിഞ്ഞാൽ മതി എന്നാണ് ജോജി ചേട്ടൻ പറയുന്നത്. അപ്പോൾ പുള്ളിക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു ഇങ്ങനൊരു പാട്ട് ഒരു വളരെ മെലോഡിയസ് ആയിട്ടുള്ളൊരു മലയാളം ട്രാക്ക് ഒരു വെസ്റ്റേൺ സിംഗർ പാടുമ്പോൾ അതിന് വേറൊരു മീനിങ് ഉണ്ടാവുന്നൊരു ബുദ്ധി ജോജി ചേട്ടൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് എനിക്ക് ചെയ്യാൻ പറ്റിയത്. ജോജി ചേട്ടൻ്റെ ഡയറക്ഷനാണ് ആ ഒരു സംഭവം. ഇന്നാളെ കൊണ്ട് പാടിപ്പിച്ച് നോക്കാം എന്നുള്ള കാര്യം. ഞാൻ വിജയ് പാടിയതിന് ഞാൻ ഓക്കെ ആയിരുന്നു, സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇത് പാട്ടിന് 2 വെർഷൻ പോലെ ഇപ്പോൾ ഒരു ഫീല് കിട്ടി. എക്സാക്ട്ലി. അതെ, 2 കേൾക്കുമ്പോൾ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ആദ്യത്തെ പാട്ട് ഇത്രയും ഒരു സൂപ്പർ ഹിറ്റായി, ആൾക്കാർക്ക് പണ്ട് നമ്മൾ കേട്ട് മറന്നൊരു പാട്ട് കിട്ടിയ ഫീലിംഗ് ആയിരുന്നു പൂമുത്തോളെ കേട്ടപ്പോൾ. ഇതൊക്കെ കേട്ടപ്പോൾ ഒരു തുടക്കക്കാരനായ മ്യൂസിക് ഡയറക്ടർ എന്നുള്ള രീതിയിൽ ചേട്ടൻ എന്തായിരുന്നു ഫീൽ ചെയ്തത്? എനിക്ക് ഭയങ്കര ബ്ലെസ്ഡ് മൊമെന്റ് ആയിരുന്നു. കാരണം ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു കമ്പോസറിന് കിട്ടേണ്ട അക്സെപ്റ്റൻസ് ആണ് ആസ് എ ഫ്രഷർ. ഞാൻ എന്താണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് പോലും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഒരു സിനിമ ചെയ്ത ഒരു ആൾക്ക്, എനിക്ക് 29 years ആണ് ആ സമയത്ത്. അപ്പോൾ ആ ഒരാൾക്ക് കിട്ടുന്ന കുറേ നാളുകൾ സിനിമയിൽ പ്രയത്നിച്ചിട്ട് കിട്ടുന്ന അത്രയും വലിയൊരു അക്സെപ്റ്റൻസ് കിട്ടി.
എത്രയോ വർഷങ്ങൾ സിനിമ ചെയ്താൽ കിട്ടുന്ന ചില ആൾക്കാരുണ്ട്. ചിലപ്പോൾ 10ാമത്തെ സിനിമയിലായിരിക്കും ആ ഒരു അക്സെപ്റ്റൻസ് കിട്ടുക, ചിലപ്പോൾ 15ാമത്തെ സിനിമയിലായിരിക്കും. എനിക്ക് എൻ്റെ ആദ്യ സിനിമയിൽ തന്നെ ഇത്രയും ഹ്യൂജ് അക്സെപ്റ്റൻസ് കിട്ടുകയാണ്. അപ്പോൾ അതൊരു വലിയ മാജിക്കൽ മൊമെൻ്റ് ആയിരുന്നു. എനിക്ക് സർപ്രൈസ്ഡ് ആയിപ്പോയി ഞാൻ ഇത്രയും കിട്ടിയപ്പോൾ. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ ബ്ലെസ്സിങ്സ് ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്. ഇത്രയും വലിയൊരു അക്സെപ്റ്റൻസ് ആണ് എനിക്ക് കിട്ടിയത്. അമ്മയാണ് ദ ബിഗ്ഗസ്റ്റ് അമ്മയാണ് മ്യൂസിക്കിലേക്ക് ഞാൻ വരാൻ കാരണം. അമ്മയും അമ്മയുടെ അമ്മയും മുത്തശ്ശിയും ഇവർ രണ്ടുപേരുമാണ് എന്നെ ഇങ്ങനെ യുവജനോത്സവ കുട്ടിയായിരുന്നു ഞാൻ. അപ്പോൾ അവിടെ എന്നെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് അവരാണ്. അപ്പോൾ അമ്മ എന്നെ ഡയറക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ മ്യൂസിക് ഡയറക്ടർ ആവില്ല, ഒരിക്കലും അല്ല. അമ്മ പാട്ടിനോട് ഇഷ്ടമുള്ള ആളാണ്. എല്ലാ പാട്ടും എൻ്റെ കുറ്റവും കുറവൊക്കെ അമ്മയ്ക്ക് പെട്ടെന്ന് കിട്ടും. പക്ഷെ അമ്മ ഒരു പ്രൊഫഷണൽ സിംഗർ ഒന്നുമല്ല. ഡാൻസ് ഒക്കെ ചെയ്യുമായിരുന്നു ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാം അത്യാവശ്യം അറിയുന്ന ഒരാൾ, ബോധമുണ്ട്, കലാബോധമുള്ള ആൾ തന്നെയാണ്. ചേട്ടൻ പാടിയതിൽ അമ്മേന്റെ ഫേവറേറ്റ്, ഐ മീൻ ചേട്ടൻ കമ്പോസ് ചെയ്തത്? അമ്മയ്ക്ക് സിനിമ പാട്ടിലൊന്നും കേൾക്കാൻ പറ്റിയിട്ടില്ല. പൂമത്തോളേക്ക് അമ്മ മരിച്ച ശേഷം ഉണ്ടായ പാട്ടാണ്. ആ ഒരു സമയത്ത് ഉണ്ടായ പാട്ടിലാണ് ജോസഫിലെ എല്ലാ ട്രാക്സ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അമ്മ എൻ്റെ ഒരു സിനിമ പാട്ടും അമ്മ കേട്ടിട്ടില്ല. എല്ലാ പാട്ടും അമ്മയ്ക്കുള്ള പാട്ട് തന്നെയാണ്. അമ്മയ്ക്കും ഉണ്ട് ഷെയർ എല്ലാ പാട്ടിലും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാവർക്കും ഈ പാട്ട് കേൾക്കുമ്പോൾ എവിടെയോ ഒരു വിഷമം. ഞാൻ പറയായിരുന്നല്ലോ, അതായത് ഇത്തരം പാട്ടിൽ ഇപ്പോൾ നിങ്ങൾ ഇത്രയും പാട്ട് കേട്ട് കരയുന്നു എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഇപ്പോഴും ആ ഇമോഷൻ സസ്റ്റെയിൻ ചെയ്യുന്നു പറയുന്നു. അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനെ ആലോചിക്കാറുണ്ട്. എനിക്ക് ആക്ച്വലി കേട്ടോ, എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മളിപ്പോൾ ആ പാട്ട് കമ്പോസ് ചെയ്യുന്ന സമയത്ത് ഇത്രയും ഹെവി ഹാർട്ടഡ് തന്നെയാണ്. അതേപോലെ തന്നെ അത് ഉള്ളിലുള്ള സംഭവങ്ങൾ അത് പുറത്തേക്ക് നമ്മൾ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ, അത് കമ്പോസ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ആ ഇമോഷൻ തിരിച്ച് എനിക്ക് ആലോചിച്ചെടുക്കാൻ പറ്റാറില്ല. ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് എന്തായിരുന്നിരിക്കും ഞാൻ ആ കമ്പോസ് ചെയ്യുന്ന സമയത്തുള്ള സംഭവം എക്സാക്റ്റ് ആയിട്ട് എനിക്കിപ്പോൾ കിട്ടുന്നില്ലല്ലോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ ചേട്ടൻ്റെ അടുത്ത് ചേട്ടൻ എന്ത് സ്റ്റേറ്റ് ഓഫ് മൈൻഡിലായിരുന്നു ഈ ഒരു പാട്ട് കമ്പോസ് ചെയ്തെന്ന് ചോദിച്ചാൽ പറയാൻ കിട്ടില്ല. ഒരു ജനറൽ ആയിട്ട് സംഭവം കിട്ടും, പക്ഷെ കോർ ആയിട്ടുള്ള എലമെന്റ് കിട്ടണമെന്നില്ല. ജനറലി പറയാൻ പറ്റും. ഇപ്പം ഞാൻ പറഞ്ഞു പൂമത്തോളം ചെയ്യുന്ന സമയത്ത് എൻ്റെ അമ്മയില്ല എൻ്റെ കൂടെ. അമ്മ മരിച്ച കുറച്ച് ദിവസങ്ങൾ ചെയ്യേണ്ടി വന്ന പാട്ടാണ്. അങ്ങനെയുള്ള ഒരുപാട് ഇവന്റുകൾ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡെഫിനറ്റ്ലി ആയിരിക്കാം. ആ സ്റ്റേറ്റിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്തായാലും മനസ്സെന്തായാലും അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഏത് പാട്ട് കമ്പോസ് ചെയ്യുമ്പോഴും അറിയാതെ ആ ഇമോഷൻ കൺവേ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു വൈഫിനുള്ള പാട്ടാണോ അതൊരു പേരന്റ് ഉള്ള ഒരു കിഡ് പാട്ടാണോ എന്ന് ഇത് ആദ്യം കേൾക്കുമ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. സീൻ കണ്ടപ്പോഴാണ് ഓക്കെ ഹസ്ബൻഡ് വൈഫ് ഉള്ളതാണ് എന്ന്. പക്ഷെ ഈ കഥ കേട്ടപ്പോൾ എനിക്ക് ആ ഒരു ഡൗട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ പിന്നെ പലവടി ഇത് റിപ്പീറ്റ് ചെയ്യുന്നത്, കാരണം എന്തിനാ വെറുതെ ആ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേദിയിൽ ഇത് പറഞ്ഞിരുന്നു. അപ്പോൾ ഒരുപാട് പേർക്ക് അപ്പോഴാണ് അത് കണക്ട് ആയത്. അങ്ങനെ ഒരു ഇമോഷനും കൂടെ അതിൻ്റെ പുറകെ ഉണ്ടായിരുന്നല്ലേ എന്നുള്ളത്. ചേട്ടൻ എങ്ങനെയാ പാട്ട് കമ്പോസ് ചെയ്യുന്നത്? ചേട്ടൻ്റെ ഒരു പ്രോസസ്? ചിലർക്ക് രാവിലെ ഭയങ്കര സൈലന്റ് ആയിട്ടിരിക്കണം, ചിലർക്ക് രാത്രി ആയിരിക്കും വർക്ക് ചെയ്യുക. ഞാൻ അങ്ങനെ ആക്ച്വലി എനിക്കൊരു ടൈം നമ്മൾ ഇത് പ്രൊഫഷണലായിട്ടും കൂടെ എടുക്കുന്ന സമയത്ത് ആസ് എ കമ്പോസർ അല്ലെങ്കിൽ സിനിമകൾ ചെയ്യുന്ന സമയത്ത് ടൂ മച്ച് ആയിട്ട് നമ്മൾ അങ്ങനെ ഇന്ന സമയത്ത് ഇരിക്കുള്ളൂ എന്ന് പറയാനുള്ളൊരു സമയം നമുക്ക് ഉണ്ടാവില്ല ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ കൃത്യമായിട്ട് ഞാൻ അങ്ങനെ സമയം കീപ്പ് ചെയ്യാറില്ല. ഓൾവേസ് ഒരു ക്രിയേറ്റീവ് മൈൻഡ് ഓൺ ആക്കിയിടലാണ് പതിവ്. അപ്പോൾ ചിലപ്പോൾ കാർ ഡ്രൈവ് ചെയ്യുമ്പോഴായിരിക്കും എനിക്കൊരു ട്യൂണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അത് റെക്കോർഡ് ചെയ്ത് വയ്ക്കും. ഏറ്റവും കൂടുതൽ എൻ്റെ ഫോണിൽ റെക്കോർഡിങ്സ് ആയിരിക്കും ഉണ്ടാവുക. ചുമ്മാ നമുക്ക് എപ്പോഴും രാത്രി ചിലപ്പോൾ ഉറക്കം വരാതെ വെറുതെ ടി വി കണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഫീൽ വരുന്നതായിരിക്കാം. അങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന മൊമെന്റ്സ് ആണ് ഓരോ പാട്ടിൽ ക്രിയേറ്റ് ആവുന്നത്. അങ്ങനെയാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അതന്നെ എനിക്ക് ഇഷ്ടമുള്ള പ്രോസസ്സും. അല്ലാതെ അതിന് വേണ്ടി ഇരിക്കുക എന്നൊരു സംഭവമില്ല. പെട്ടെന്ന് ഇങ്ങനെ ലൈക്ക് ഫ്ലിപ്പ് ഓഫ് എ സെക്കൻഡ് എന്നൊക്കെ പറയുന്നത് പോലെ കമ്പോസ് ആയ ഏതെങ്കിലും ഒരു പാട്ട് ഉണ്ടോ? മിക്കതും അങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും അങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ. പക്ഷെ അതിന് മുന്നേ കുറേ ആലോചനയും കാര്യങ്ങളൊക്കെ അതിന് പുറകെ നടത്തേണ്ടി വരും. പക്ഷെ എനിക്ക് മിക്ക പാട്ടുകളും അധികം ഞാൻ ആലോചിച്ച് കമ്പോസ് ചെയ്ത് എനിക്ക് തോന്നിയിട്ടില്ല. വളരെ പെട്ടെന്ന് തന്നെ എല്ലാ പാട്ടിലും ഉണ്ടാവാറ്. പൂമത്തോളെ അതന്നെയാണ്. എന്നെ കൊണ്ട് ചോദിച്ചേട്ടൻ ഫോണിൽ വിളിച്ചിട്ട് ഒരു സോങ് ക്രിയേറ്റ് ചെയ്യണം, എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്കറിയാം, നീ ചെയ്യണമെങ്കിൽ ചെയ്താൽ മതി, നീ ചെയ്താൽ കൊള്ളാം എന്ന് ചോദിച്ചേട്ടൻ പറഞ്ഞിരുന്നു. ചെയ്ത സന്തോഷം, കാരണം ഇത്രയും പാട്ടിൽ നീ കഷ്ടപ്പെട്ട് ചെയ്തതാണ്, ഈ ഒരു സോങ് നീ തന്നെ ചെയ്യണം. അപ്പോൾ ആ സമയത്ത് ഞാൻ ആ ഒരു അവസ്ഥയിൽ എൻ്റെ വീട്ടിലെ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം ഞാനത് ആക്ച്വലി തിണ്ണയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ഉടനെ എനിക്ക് ക്രിയേറ്റ് ചെയ്ത ട്യൂണ് തോന്നി. ജോയിച്ചേട്ടൻ്റെ ഫോൺ വെച്ചൊരു 5-10 മിനിറ്റിൽ ഡെഫിനറ്റ് ആയിട്ട് എൻ്റെ പല്ലവി കഴിഞ്ഞിട്ടുണ്ട്. പൂമത്തോളുടെ പല്ലവി 10 മിനിറ്റിൽ ജോയിച്ചേട്ടൻ എന്നോട് ഫോൺ കട്ട് ചെയ്ത് 5-10 മിനിറ്റ് 5 മിനിറ്റ് പോലും ചിലപ്പോൾ ആയിട്ടുണ്ടാവില്ല എന്റെ വിശ്വാസം. അങ്ങനെ റെക്കോർഡ് ചെയ്തതാണ്. അപ്പോൾ ജോസഫിലെ ലാസ്റ്റ് റെഡി ആവുന്ന പാട്ടാണ് പൂമത്തോളെ. മറ്റേ ഉയരുന്നാഥനെ അത് കഴിഞ്ഞ മുന്നേ തന്നെ ചെയ്തതാണ്. പൂമത്തോളയുടെ സ്പേസ് ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, സോങ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഡബിങ് കാര്യങ്ങൾ ആയിട്ട് പോകേണ്ട ഒരു സീക്വൻസ് ആയിരുന്നു എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് അത് ആ സീനുകളിൽ ഇത്ര ബ്യൂട്ടിഫുള്ളി കുറെ ഡയലോഗ്സ് ഉണ്ട്. പിന്നെ അതുപോലെ ഭാര്യയെ കുളിപ്പിക്കുന്ന സീക്വൻസുകളും അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ അതിൽ വന്നിട്ടുണ്ട്. ചേട്ടന്റെ വേറെ ചില പാട്ടുകളുടെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയെക്കാളും വലിയ സൂപ്പർ ഹിറ്റ് ആയിരിക്കും പാട്ടുകൾ. പല പടങ്ങളും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഡെഫിനറ്റ് ആയിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിൽ പലപ്പോഴും വിഷമിച്ചിട്ടുമുണ്ട്. കാരണം എനിക്ക് കൂടെ സിനിമയും കൂടെ വിജയിക്കണം എന്നാണ് എന്നും ആഗ്രഹിക്കാറ്.
അപ്പോൾ ഇപ്പോൾ പേസം മഴയെന്ന് പറഞ്ഞ പാട്ടാണെങ്കിലും അങ്ങനെ ഒരുപാട് സോങ്സ് ഉണ്ട്. ഇപ്പോൾ സായാഹ്ന തീരങ്ങളിൽ കാതോർത്ത് കാതോർത്ത് ഞാനിരിക്കും. കർണൽ നെപ്പോളിയൻ ഭഗത് സിംഗ് എന്ന് പറയുന്ന സിനിമ. ആ സിനിമയിൽ നിന്ന് അധികം കമേഴ്ഷ്യലി സക്സസ് ആയ പടങ്ങളല്ല. പക്ഷേ നല്ല കണ്ടന്റുള്ള സിനിമകൾ തന്നെയായിരുന്നു. പക്ഷേ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയ സിനിമകളാണ്. പക്ഷേ പാട്ടുകൾ സിനിമയ്ക്ക് അപ്പുറമായിട്ട് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞ പടങ്ങളിലെയും. പേസം മഴയെ പോലത്തെ പാട്ടൊക്കെ അത്യാവശ്യം സൗത്ത് ഇന്ത്യ ഫുള്ള് ഓടിയ ഒരു പാട്ടാണ്. അതെ അതെ ഭയങ്കര റീൽസിൽ പോലും ലോഡ് ഓഫ് റീൽസ് കുറേ നാൾ ട്രെൻഡിങ്ങിലായിരുന്നു. ആയി. ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറേ നാൾ ട്രെൻഡിങ്ങിലായിട്ട് ഇടയ്ക്കിടയ്ക്ക് വീണ്ടും ട്രെൻഡിങ്ങിലേക്ക് വരും. ഞാൻ ശ്രദ്ധിക്കാറുണ്ട് എപ്പോഴും. എന്റെ ഭയങ്കര ഒരു സ്പെഷ്യൽ കോർ മെമ്മറി ഉള്ള ഒരു പാട്ടാണ്. താങ്ക്സ്. ഒരുപാട് പേർക്കുണ്ട് ഇങ്ങനത്തെ ബ്യൂട്ടിഫുൾ മെമ്മറി എന്ന് പറഞ്ഞാൽ കുറേ പേര് എന്നോട് പറഞ്ഞിട്ട് ഈ പാട്ട് റിലേറ്റഡ് ആയിട്ട്. അപ്പൊ എന്തായാലും ചേട്ടാ എനിക്ക് ആ പാട്ടൊന്ന് കേട്ടാ കൊള്ളാന്നുണ്ട് പ്ലീസ്. கடவுள் தந்த கவிதை போல உனை நான் பார்க்கிறேன் இதற்கும் மேல என்ன வேண்டும் என நான் கேட்கிறேன் இருவிழியில் இதயம் தூங்க தினசரி உன் கனவை வாங்க இனி இவனே இரண்டாம் பாகம் நீ அல்லவா ബ്യൂട്ടിഫുൾ. പ്രദീപ് നന്നായിട്ട് പാടിയിട്ടുണ്ട് ആ പാട്ട്. ആക്ച്വലി പലപ്പോഴും ഞാൻ പാടി വെക്കുമ്പോൾ എനിക്ക് അതിലും മേലെ ആരെങ്കിലും ഡെലിവർ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ആ സോങ്ങിൽ എനിക്ക് കോൺഫിഡൻസ് വരും. വരും. അപ്പോൾ പ്രദീപ് അങ്ങനെയായിരുന്നു. പ്രദീപ് കുമാർ എൻ്റെ ഫേവറേറ്റ് ഗായകനായിരുന്നു. അപ്പോൾ പ്രദീപ് എൻ്റെ രണ്ടാമത്തെ സോങ് കടാവർ എന്ന് പറഞ്ഞ വേറെ അഭിലാഷിനെ എഴുതിയ തമിഴ് മൂവിയിൽ പാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സോങ് പ്രദീപും സൈന്ദ്രിയും കൂടിയാണ് പാടിയിട്ടുള്ളത്. നല്ല അടിപൊളി പാട്ടാണ്. ഈ ബാക്കിയുള്ള സിംഗേഴ്സിനെ കൊണ്ട് ചേട്ടന്റെ കയ്യിലുള്ള ബെസ്റ്റ് പാടിപ്പിക്കുന്നത് യെസ് പാട്ട് ഹിറ്റ് ആകാനായിട്ട് ഇതാണ്. ചേട്ടന് നല്ലൊരു പാട്ടുകാരനല്ലേ, അപ്പം വൈ ഡോണ്ട് യു ഞാൻ പാടിയിട്ടുണ്ട്. ഞാൻ നങ്ങേലി പൂവെ ഞാൻ പാടി. പിന്നെ ഭൂതനാഥ സദാനന്ദൊക്കെ എൻ്റെ വോയിസ് ആയിരിക്കും ഉണ്ടാവുന്നത്. അങ്ങനെ എൻ്റെ വോയിസ് മാത്രം ട്രാക്ക് ഉണ്ട്. ചേട്ടൻ പാടിയതാണ് നമുക്കറിയാം. പിന്നെ ലോഡ് ഓഫ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഓഫ് മളിപുറം. മോസ്റ്റ് ഓഫ് ദി ബിജിഎംസിൽ വരുന്ന വോക്കൽസും എൻ്റെ തന്നെയാണ്. മറ്റേ അയ്യപ്പ അത് ആണോ? ഉണ്ടാവും മിക്ക ശരണവിളിയൊക്കെ എൻ്റെ. ഓക്കെ. പക്ഷെ ഇപ്പം എന്താ കടവുൾ തന്ത അതുപോലെ തന്നെ പൂമുത്തോളയൊക്കെ പോലുള്ള അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ട് മെയിൻ ട്രാക്ക് സിനിമയിൽ ചേട്ടന് അങ്ങനെ പാടിക്കൂടെ? പാടാം. എനിക്കെന്തോ മറ്റൊരാൾ പാടുമ്പോഴേ ആ പാട്ട് നന്നാവുള്ളൊരു അനാവശ്യ ചിന്ത വേണ്ട. അടുത്ത ചേട്ടൻ തന്നെ ട്രൈ ചെയ്യണം. പക്ഷെ എനിക്ക് പിന്നെ പാടിയ എല്ലാ കിഡ്ലം സിംഗേഴ്സ് ആണ് കേട്ടോ. ഞാൻ എല്ലാവരായിട്ടും അടുത്ത ഫ്രണ്ട്സാണ്. ഞാൻ ഏറ്റവും ഹാപ്പി ആയിട്ട് മാത്രമേ എൻ്റെ പാട്ടിലെല്ലാം ഇറങ്ങിയിട്ടുള്ളൂ പാടിയ ആൾക്കാരിൽ 100%. ഇത് ചേട്ടന്റെ വർക്ക്സിന്റെ ഒരു ഫാൻ എന്നുള്ള രീതിയിൽ എന്റെ റിക്വസ്റ്റ് ആണ്. രഞ്ജു ചേട്ടൻ റൊമാൻറ്റിക് പാട്ട് എന്തായാലും. ഞാൻ ചേട്ടന്റെ വിക്കിപീഡിയ നോക്കിയപ്പോഴാണ് വേറെ കാര്യം ഇറങ്ങിയത്. 2014 ചേട്ടൻ കല്യാണം കഴിഞ്ഞത്. 13. അയ്യോ, 24-25 വയസ്സല്ലേ ചേട്ടൻ ഉണ്ടാവുള്ളൂ? 24. സോ യങ്. അപ്പോഴാണ് കല്യാണം കഴിച്ചത്? 24 വയസ്സ് കല്യാണം കഴിച്ചു. അപ്പൊ താരക്ക് എന്റെ വൈഫിന് 23. ഒരു വയസ്സ് ഡിഫറൻസ് അത്രേ ഉള്ളൂ. അത് ലൈക്ക് വീട്ടുകാരൊക്കെ അറേഞ്ച് ചെയ്ത ലവ് കം അറേഞ്ച്ഡ് ആയിരുന്നു. ചെറുപ്പം തൊട്ട് തന്നെ അറിയുന്ന ആൾക്കാരായിരുന്നു. അവർ കൊച്ചിയിലാണ്, ഞങ്ങൾ പാലക്കാടാണ്. അപ്പോൾ പലപ്പോഴും ഞങ്ങൾ കൊച്ചിയിലേക്ക് വരുന്നത് തന്നെ അവരുടെ വീട്ടിലേക്കാണ്. അവരും പാലക്കാട് വരുന്നത് ഞങ്ങളുടെ വീട്ടിലേക്കാണ്. അപ്പോൾ ആ കാലം തൊട്ടുള്ള എനിക്കൊരു ഇഷ്ടമുണ്ട്. അപ്പോൾ അങ്ങനെ അതിങ്ങനെയൊക്കെ സംഭവിച്ചു. പക്ഷെ 24 വയസ്സിലെ ആൺകുട്ടികൾ കല്യാണം കഴിക്കുന്നത് വളരെ റയർ ആയിട്ടുള്ളൊരു കാര്യം ആയിരിക്കും. ഡെഫിനറ്റ്ലി ആയിരിക്കും. പക്ഷെ എനിക്ക് ആ സമയത്ത് എങ്ങനെയെങ്കിലും കല്യാണം കഴിച്ചാൽ മതി ഇതായിരിക്കും. അങ്ങനെ കല്യാണം കഴിച്ചതാണ്. അപ്പൊ വൈഫ് പാടുവോ? പാട്ടിനോട് ഇഷ്ടമുണ്ട്. അറിയാൻ പറ്റും. മിസ്റ്റേക്സ് ഒക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കുന്ന ആളാണ്. വലിയ ക്രിട്ടിക്കാണ്. ക്രിട്ടിക്കാണ്. അത് അറിവ് വരുന്നതുകൊണ്ടാണല്ലോ ക്രിട്ടിക് ആവാൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് അത്യാവശ്യം സയൻസ് ഉണ്ട്. പക്ഷെ പാടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഒരു ചെറിയ പടത്തില് ഒരു കുറച്ച് പാടിപ്പിച്ചിട്ടുണ്ട്. ഏത് സിനിമയിലായിട്ടാ? അത് നിത്യഹരിത നായകൻ എന്ന് പറഞ്ഞ സിനിമയില് ഒരു ചെറിയ സ്പേസ് പടം. എന്റെ ആദ്യ പടമാണ്. അതായത് ജോസഫിന്റെ കൂടെ റിലീസായ സിനിമ സെയിം ഡേ. അപ്പോൾ അതിലൊരു പാട്ടിൽ 4 ഞാൻ പഠിച്ചിട്ടുണ്ട്. ലൈക്ക് എന്റെ ലൈഫ് പാർട്ണർ ആയതുകൊണ്ട് 2 വരി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ ഇനി വരുന്ന അപ്കമിങ് പ്രോജക്ട് സുമതി വളവുണ്ട്. ഐസ് എന്ന് പറഞ്ഞൊരു സീരീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് സോണി ലിവിന് വേണ്ടിയിട്ട്. എൻ്റെ ഫേവറേറ്റ് ടീമായ ബോബി സഞ്ജയ് ടീം എഴുതുന്ന മനു അശോകൻ ആഫ്റ്റർ ഉയർ ആൻഡ് കാണെ. അപ്പോൾ അവരുടെ കൂടെ കാണെ വർക്ക് ചെയ്യാൻ പറ്റി. എൻ്റെ ലൈഫിൽ തന്നെ എനിക്ക് ഏറ്റവും ഒരു പഠനം തന്നൊരു സിനിമയാണ് കാണെ. അപ്പോൾ ആ ടീമിൻ്റെ കൂടെ അഗൈൻ ഭയങ്കര ഹാപ്പിയാണ്. അത് ഐസ് എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റാണ്. നല്ല പ്രൊജക്റ്റാണ്. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുന്നത്. ലൈക്ക് ആനന്ദ് ശ്രീബാലയുടെ ഒരു ത്രൂ ഔട്ട് മ്യൂസിക്കൽ ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാ? ആനന്ദ് ശ്രീബാല ഞാൻ പറഞ്ഞല്ലോ ഭയങ്കരമായിട്ട് ക്രൂഷ്യലായിട്ട് വർക്ക് ചെയ്ത പടമാണ്. നമ്മളൊന്നും ഓവർ പവർ ചെയ്തിട്ട് ഒരു സീനിനെ വളരെ ഈസി ആയിട്ട് ചെയ്തു പോയിട്ടില്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോറിലൊക്കെ വളരെ ശ്രദ്ധയോടെ ചെയ്ത പടമാണ്. വളരെ ക്രൂഷ്യലായിട്ട് നോക്കി
വേണ്ടത് വെച്ച് വേണ്ടത് കളഞ്ഞ് അതിൻ്റെ ഡൈനാമിക്സ് കൃത്യമായി സെറ്റ് ചെയ്ത് നമ്മളിപ്പോൾ ഒരു ദിവസം 3 സീൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരു അര സീനേ ചെയ്തിട്ടുണ്ടാവുള്ളൂ ആനന്ദ് ശ്രീബാല, അത്രയും ശ്രദ്ധയോടെ ചെയ്ത പടം. ഓ അപ്പോൾ അങ്ങനെ ചെയ്ത പടമാണ്. അപ്പോൾ അതിന് അതിൻ്റെതായ റെസ്പോൺസ് കിട്ടി, പടത്തിനും നല്ല റിസൾട്ട് കിട്ടി, സോങ്സിനും ബാക്ക്ഗ്രൗണ്ട് സ്കോറിനും ഒക്കെ ഒരു റെസ്പോൺസ് കിട്ടി. അതെ തീർച്ചയായിട്ടും സിനിമ നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പ്രൊജക്റ്റ് ആയിരുന്നു. കാരണം ഭയങ്കര ഡീസൻ്റ് ആയിട്ടുള്ള വർക്ക് എന്ന് പറയില്ലേ, മേക്കിംഗ് വൈസ് ആണെങ്കിലും പെർഫോമൻസ് വൈസ് ആണെങ്കിലും ആരും ഒട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മേലെ പോവാതെ കൃത്യമായിട്ടുള്ളൊരു അളവിലാണ് ആ സിനിമ ചെയ്തിരിക്കുന്നത്. വിഷ്ണു വിനയ് അഭിലാഷിൻ്റെ കൂടെ എൻ്റെ 5ാമത്തെ സിനിമയാണ് ആനന്ദ് ശ്രീബാല. ഞങ്ങൾ കടാവർ തൊട്ട് ആനന്ദ് ശ്രീബാല വരെ, ഇനിയിപ്പോൾ സുമതി ഞങ്ങൾ ചെയ്യുന്നു. പിന്നെ വിഷ്ണു വിനയുടെ ഡെബ്യൂ മൂവിയിൽ നല്ല കിഡിലൻ ഡയറക്ടറാണ് വിഷ്ണു. നല്ല മേക്കിംഗുമാണ്, വളരെ സെൻസിബിൾ ആയിട്ടുള്ള ഒരു അപ്രോച്ചായിരുന്നു വിഷ്ണുവിൻ്റെ. അത് നമുക്ക് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ സിനിമ കണ്ടതാണ്, പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഗുഡ് വർക്ക്. അതൊരു ത്രില്ലർ ആണെങ്കിൽ കൂടി ഭയങ്കര ത്രില്ലിംഗ് ആൻഡ് സസ്പെൻസ്ഫുൾ മ്യൂസിക് അല്ലാതെ ഫാമിലി ഓഡിയൻസിന് ഭയങ്കരമായിട്ട് കണക്ട് ആവുന്ന പാട്ടുകളാണ് ഉള്ളത് എന്ന്. ഒട്ടും ഈ കാതിനെ ഡിസ്റ്റർബ് ചെയ്ത് പേടിപ്പിക്കുക എന്നുള്ളൊരു സംഭവം ത്രില്ലറിന്, ഇത് പേടിപ്പിക്കുന്ന ത്രില്ലർ അല്ല നമ്മുടെ പടം, എങ്കിലും ഞെട്ടിക്കാന്നൊരു ഉദ്ദേശം നമ്മൾ ഈ സിനിമയിൽ ഫോളോ ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് പകരം മ്യൂസിക്കലി നമ്മൾ അത്യാവശ്യം പുതിയ പുതിയ സംഭവങ്ങൾ ട്രൈ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അതായത് നമ്മുടെ ഒരു അടുത്തൊരു സ്റ്റേജിൻ്റെ പ്രോസസ്സിൽ വന്നൊരു പടമാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത്രയും ശ്രദ്ധയോടെ തന്നെ എല്ലാ പരിപാടികളും ചെറിയ കാര്യങ്ങളാണെങ്കിലും വളരെ ക്രൂഷ്യലായിട്ട് തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലൊരു മാറ്റം കൊണ്ടുവന്നൊരു സിനിമയും കൂടിയാണ് ആനന്ദ് ശ്രീബാല. നമ്മുടെ ഒരു മ്യൂസിക്കൽ അപ്രോച്ചിനൊരു മാറ്റം കൊണ്ടുവന്ന സിനിമ കൂടിയാണ്. യെസ്, ആ മാറ്റം എന്തായാലും പ്രേക്ഷകർ അംഗീകരിച്ചു. നല്ല റെസ്പോൺസോടുകൂടിയിട്ട് സിനിമ തിയേറ്ററിൽ ഓടുകയാണ്. അപ്പം ഇപ്പം ആനന്ദ് ശ്രീബാലയ്ക്കും അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന പ്രോജക്ട്സും ഓൾ ദി വെരി ബെസ്റ്റ് കാര്യം മറക്കണ്ട. ഉറപ്പായിട്ട് അടുത്ത പടത്തിൽ ഞാൻ പാടിയിരിക്കും. അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച് ചേട്ടാ. നമ്മളെ സെല്ലുലോയിഡ് സോ ഹാപ്പി ഇവിടെ നിന്ന് ഇരിക്കാൻ പറ്റിയതിൽ, കുറേ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും, ഇന്ത്യൻ ക്ലാസിക്സിനെ പറ്റി സംസാരിക്കാൻ പറ്റിയതാണ് ഏറ്റവും ഞാൻ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത്. അതെ, ഇന്ന് ഇവിടെ മ്യൂസിക് ഡയറക്ടർ രഞ്ജൻ രാജ് ആണ് സൈനിങ് ഓഫ് ചെയ്യുന്നത്. അതെ അല്ലേ? ഞാൻ പറയുന്നത് എന്തൊരു ഡയലോഗ് ഉണ്ടായിരുന്നു, എന്ന് നാളെ വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയോടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ എപ്പോഴും മൈൻഡപ്പ് ചെയ്യുക. അപ്പം ഞാൻ പറയണ മൈൻഡപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കാണാം. Till then, this is me, Meenakshi Sudhir, signing off from Celluloid with the music director Ranjan Raj. Bye.